ഹലോ മൈവേഴ്സ്, ഐ ആം യുവർ മാൻ ഉമർ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനലിലെ ആദ്യത്തെ റിവ്യൂ വീഡിയോ ആണ് ഗൈസ്. ഞാൻ ഈ ചാനലിൽ ഇപ്പോൾ ഒരു 30 days ചലഞ്ച് എന്ന് പറഞ്ഞ ഒരു ചലഞ്ച് തുടങ്ങിയായിരുന്നു. അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഞാൻ ആ ചലഞ്ചിലെ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞത് നമ്മുടെ ചാനലിൽ തേർഡ് പ്രയോറിറ്റി ആയിട്ട് നമ്മൾ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് കെ ഡ്രാമാസിൻ്റെ വീഡിയോസാണെന്ന്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാനൊരു കെ ഡ്രാമ കണ്ടു തുടങ്ങാമെന്ന് വിചാരിച്ചായിരുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം ഈ ഈ ഞാൻ റിവ്യൂ പറയാൻ പോകുന്ന ഡ്രാമ ഇപ്പം അത്ര റിലവൻ്റ് ആണോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. കാരണം ഇത് 2025 റിലീസായത്. ആ ടൈമിൽ അത്യാവശ്യം ഒരു ഹൈപ്പ് ഉണ്ടായിരുന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ അത്ര ഫോളോ അപ്പ് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് അറിയാൻ പാടില്ല. പക്ഷേ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫീഡിൽ അതിൻ്റെ റീൽസും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ ഞാൻ അന്നേ അത് റീൽസും ഷോർട്സൊക്കെ കണ്ടപ്പോൾ എനിക്കത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ട് കാണണം എന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ കാണാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇത് ഇതിൻ്റെ റിവ്യൂ വീഡിയോസ് ഇടാമെന്ന് തീരുമാനിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് എന്തോ ആ ഒരു കെ ഡ്രാമ ഓർമ്മ വന്നിട്ട് ഞാൻ അത് കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് കണ്ട്. അപ്പോൾ ഡ്രാമയുടെ പേര് പറയുകയാണെങ്കിൽ അണ്ടർ കവർ ഹൈസ്കൂൾ എന്നാണ്. 12 എപ്പിസോഡുള്ള കെ ഡ്രാമയാണ്. ഇതിൻ്റെ ഒരു പ്ലോട്ട് പറയാനാണെങ്കിൽ നമ്മുടെ ഹീറോ ഒരു നെയ്യയുടെ ഒരു അണ്ടർ കവർ ഏജൻ്റാണ്. അപ്പോൾ പുള്ളിയുടെ ഒരു മിഷൻ എന്ന് പറയുന്നത് ഒരു സ്കൂളിൽ, ഒരു ഹൈസ്കൂളിൽ ഒരു കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ജോസ്കൻ ഡൈനാസ്റ്റി ആണെന്നാണ് ഇത് പറയണം. അതായത് പണ്ടത്തെ കാലത്ത് ഒരു സ്വർണം ഒരു 800 ബില്യൻ്റെ സ്വർണം ഒരു ഹൈസ്കൂളിൻ്റെ അകത്ത് പല കാരണങ്ങളാൽ അതിൻ്റെ അകത്ത് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അത് എവിടെയെന്ന് കണ്ടുപിടിച്ച് ഗവൺമെൻറ്റിനെ ഏൽപ്പിക്കുകയാണ് പുള്ളിയുടെ ഡ്യൂട്ടി. അത് കണ്ടുപിടിക്കാനാണ് പുള്ളീനെ വിട്ടേക്കുന്നത് ഹൈസ്കൂളിലേക്ക്. പിന്നെ പുള്ളി അങ്ങനെ മിഷൻ്റെ ഭാഗമായിട്ട് ഹൈസ്കൂളിൽ ചെല്ലുന്നതും പിന്നെ അവിടെ നടക്കുന്ന കാര്യങ്ങളും ഒക്കെയാണ് നമ്മുടെ നമ്മുടെ കെ ഡ്രാമയുടെ പ്ലോട്ട് വന്നത്. അപ്പോൾ 12 എപ്പിസോഡാണ് ഗൈസ് ഉള്ളത്. എനിക്ക് ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഫസ്റ്റത്തെ ഒരു എപ്പിസോഡ് മാത്രമാണ് ഗൈസ് എനിക്ക് ചെറുതായിട്ട് അതിലേക്ക് ഒരു ഇന്നാകാൻ കുറച്ച് ടൈം എടുത്തെന്ന് എനിക്ക് തോന്നിയത്. കാരണം പ്ലോട്ട് എല്ലാവരും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതല്ല. പക്ഷേ അത് കഴിഞ്ഞ് എനിക്ക് ആദ്യം തൊട്ട് തന്നെ രണ്ടാമത്തെ എപ്പിസോഡൊക്കെ എത്തിയപ്പോൾ തന്നെ ഞാൻ അതിലേക്ക് ഇന്നായി. അതായത് ഓരോ എപ്പിസോഡും അടുത്തത് കാണാനാണെങ്കിൽ എനിക്ക് ഇൻട്രസ്റ്റും ഉണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നത് ഒരു ഡ്രാമയുടെ വിജയം അവിടെ നിന്നാണ്. കാരണം ഓരോ എപ്പിസോഡ് കഴിയുമ്പോൾ അടുത്ത എപ്പിസോഡ് കാണാൻ എനിക്ക് ആ ഇൻട്രസ്റ്റ് ഉണ്ടായി. നമ്മളൊരു 6 എപ്പിസോഡ് വരെയും പറയുകയാണെങ്കിൽ അത്യാവശ്യം ഫണ്ട് കാര്യങ്ങളൊക്കെ ആയിട്ട്, പിന്നെ ആണെങ്കിൽ ഫണ്ടുണ്ട് ഓൾറെഡി എല്ലാ എപ്പിസോഡിലും മിക്കതിലും. പക്ഷേ ഒരു എയിലേക്ക് എത്തുമ്പോൾ കുറച്ചും കൂടി നമ്മുടെ ആ അന്വേഷണത്തിൻ്റെ ഇതായിട്ട് കുറച്ചും കൂടി ഇതാവും. നല്ലൊരു എനിക്ക് ഓവറോൾ എനിക്കത് ഇഷ്ടമായിരുന്നു ഗൈസ്. കെ ഡ്രാമയെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ സ്കൂളിൽ ചെല്ലുമ്പോൾ പിന്നെ ചെറിയ രീതിയിൽ സ്കൂൾ റൊമാൻസ് പോലെയുണ്ട്. പിന്നെ എന്താണ് ഓരോ കാര്യങ്ങൾ കണ്ടുപിടിച്ച് വരുമ്പോൾ ഓരോന്ന് പിന്നെയും വന്നതാണെങ്കിലും അത്യാവശ്യം നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഗൈസ്. ഇതിൻ്റെ കാസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ലീഡ് ആക്ടർ വന്നത് ജങ് ഹി സുൻ എന്നാണ് പേര്. അവിടുത്തെ ഒരു ആക്ടറാണ്. നമുക്ക് അറിയാൻ വലിയ വഴിയില്ല. പക്ഷെ ഞാൻ എന്നാലും എയിം മെൻഷൻ ചെയ്യേണ്ടതെന്ന് ഓർത്തിട്ട് നോട്ട് ചെയ്ത് വെച്ചായിരുന്നു. പിന്നെ ഫീമെയിൽ ക്യാരക്ടർ വന്നത്, മെയിൻ ക്യാരക്ടർ വന്നത് സിഒ സോറി ഗൈസ്, അതല്ല, അത് വേറൊരു ക്യാരക്ടറാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ക്യാരക്ടറാണ്. ഞാനപ്പോൾ അത് സെപ്പറേറ്റ് എഴുതി വെച്ചതാണ് നിങ്ങളോട് പറയണം എന്ന് വിചാരിച്ചിട്ട്. നല്ല കിടിലം വേഷമായിരുന്നു പുള്ളിയുടെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു പുള്ളിയുടെ ആ ക്യാരക്ടർ. മറ്റേ ഫീമെയിൽ ക്യാരക്ടറിൻ്റെ ഒരു ജിൻകി ജോ എന്നാണ്. പിന്നെ ഇതിലൊരു ക്യാരക്ടറുണ്ട് ഗൈസ്, അതായത് സിഒ കങ് ജുൻ എന്നാണ് തോന്നുന്നത് ഗൈസ്, എനിക്ക് കറക്റ്റ് ഉറപ്പില്ല. അതായത് ഇനി പേര് കൺഫ്യൂഷനായി കിടപ്പുണ്ട്. ഒരു ക്യാരക്ടറുണ്ട്, അതായത് നമ്മുടെ ഹീറോയുടെ ഒപ്പുള്ളതാണ്. ഹീറോയുടെ ടീം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല ഗൈസ്, പുള്ളി ഒരു NIA ഏജൻ്റാണ്. അപ്പോൾ പുള്ളിയുടെ ടീമിൽ മൊത്തം 4 പേരുണ്ട്. അപ്പോൾ പുള്ളിക്ക് ഒരു മെയിനായിട്ട് സാറുണ്ട്, പിന്നെ പുള്ളിയുണ്ട്, പിന്നെ വേറെ 2 പേരുണ്ട്. അപ്പോൾ ഇതിൽ പുള്ളിയുടെ ടോപ്പിൽ തന്നെ സാറ് വെറുതെ കിഡിലൻ ക്യാരക്ടർ. പുള്ളി ഭയങ്കര ഫണ്ണി ക്യാരക്ടറാണ് മെയിനായിട്ട്. പുള്ളി നൈസാണ്. പുള്ളിയുടെ ക്യാരക്ടർ ഫണ്ണി രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് പുള്ളി. അത് നൈസാണ്. അതായത് പുള്ളി കോമഡി ചെയ്യുമ്പോൾ, സീരിയസ് ഉണ്ടെങ്കിൽ പോലും കോമഡി ചെയ്യുമ്പോൾ ഒന്നുകൂടി ഒരു അടിപൊളിയാണ്. പിന്നെയാണെങ്കിൽ വേറെ 2 ക്യാരക്ടേഴ്സ് ഉള്ളതാണെങ്കിൽ അവരും അത്യാവശ്യം അടിപൊളിയാണ്. ഫണ്ണാണ് അവരുടെ കാര്യങ്ങളും. ഇവരുടെ ടീം മൊത്തത്തിൽ അടിപൊളിയാണ്. കൂടുതൽ ഫണ്ണും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ എനിക്ക് ഇഷ്ടമായിരുന്നു ഇവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇതും ഫണ്ണ് രീതിയിൽ ഇവർ അവതരിപ്പിക്കുന്ന. ഞാൻ പറഞ്ഞത് ഒരു 6 എപ്പിസോഡ് ഒരു 7 എപ്പിസോഡ് ഒരു മെയിനായിട്ട് ഫണ്ണ് രീതിയിലാണ് പോകണം. അപ്പോൾ അതിൽ ഇവരുടെ വരുമ്പോൾ തമാശ കാര്യങ്ങളൊക്കെയാണ്. ഈ പറഞ്ഞ പുള്ളിയുടെ ഞാൻ അത് നോട്ട് ചെയ്ത് വെച്ചാൽ. പിന്നെ വില്ലൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതൊരു ഫീമെയിൽ ക്യാരക്ടറാണ് ഗൈസ് മെയിനായിട്ട് ചെയ്യണം. അവർ നൈസായിട്ട് അവരുടെ വേഷം അവതരിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ പുള്ളിയുടെ ആ ഫീമെയിൽ ക്യാരക്ടറിൻ്റെ ഒപ്പം തന്നെ ഒരു സഹായി ഉണ്ട്, ഒരു റൈറ്റ് ഹാൻഡ് മാൻ എന്ന് പറയില്ല, അതുപോലെ അവരാണെങ്കിലും നൈസ്. പുള്ളിയാണ് ഒരു മെയിലാണ് അത് ചെയ്തേക്കണം. അതും നൈസായിട്ട് പുള്ളി ആ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ മെയിൻ വില്ലൻ എന്ന് പറഞ്ഞ ഫീമെയിൽ ക്യാരക്ടറാണ്.
പുള്ളിക്കാരുടെ പേര് വന്നത് സിയോമിൻ ജു. അതാണ് ആ ക്യാരക്ടറിൻ്റെ പേര്, ഫീമെയിലിൻ്റെ. പക്ഷേ ആ പുള്ളി ചെയ്ത ആക്ട്രസിൻ്റെ പേര് കിം ഷിൻ എന്നെന്തോണ്. പിന്നെ പാർക്ക് ജി മുന്നെന്തോണ് പുള്ളിയുടെ റൈറ്റ് ഹാൻഡ്മാൻ്റെ പേര്. ഇതൊക്കെ ഉറപ്പില്ല കേട്ടോ കേസ്. എൻ്റെ പ്രൊണൗൺസിയേഷൻ ശരിയാണെന്നും ക്യാരക്ടർ നെയിമും ശരിയാണോന്ന് ഉറപ്പില്ല. തെറ്റാണെങ്കിൽ ഞാൻ അടിയിൽ കറക്റ്റ് പേര് എഴുതിയേക്കാം, അല്ലെങ്കിൽ ക്ഷമിക്കുക. എന്തായാലും നിങ്ങൾ കറക്റ്റ് അറിയണമെങ്കിൽ കമൻറ്റിൽ പറയാം. ഇത് ആദ്യമായിട്ടാണ് റിവ്യൂ വീഡിയോ ചെയ്യണം, അപ്പോൾ അതിൽ കുറേ മിസ്റ്റേക്ക് പറയാൻ സാധ്യതയുണ്ട്. ഓരോ വീഡിയോ ചെയ്യുമ്പോൾ കറക്റ്റ് ചെയ്ത് കൊണ്ടുവന്നോളൂ കേട്ടോ കേസ്. അപ്പോൾ എനിക്ക് ഓവറോൾ ഇതിനൊന്നും കൂടി പറയുകയാണെങ്കിൽ ഇനി അധികം പ്ലോട്ടിലേക്കൊന്നും പോകാത്ത സസ്പെൻസ് പറയേണ്ടതാണ് ഓർത്തത് ഇപ്പോൾ തന്നെ. പക്ഷേ വില്ലൻ്റെ ആരെയും പറഞ്ഞെങ്കിലും മെയിൻ വില്ലൻ അത് നമുക്ക് ഒരുവിധം ഇതൊക്കെ ആകുമ്പോൾ തന്നെ കുറച്ചൊക്കെ ഇതൊക്കെ ഉണ്ട് കഴിച്ച്. നിങ്ങൾ കണ്ടു നോക്ക്. കാണാൻ ടൈമുള്ളവരാണ് നിങ്ങൾ പറ്റുമെങ്കിൽ കണ്ടു നോക്കുക. കാരണം നൈസായിട്ടുള്ളൊരു ഡ്രാമയാണ്. നമ്മുടെ ഒരു സ്കൂളിൽ ഒരു ഇൻസിഡൻസ് നടക്കുമ്പോഴാണെങ്കിലും അത് കണ്ടുപിടിക്കാൻ ചെല്ലുമ്പോൾ കുറേ പ്ലോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇത് കണ്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത് കാണാത്തവർക്ക് മനസ്സിലാവില്ല, ഒന്നും കൂടി ഒരു ഐഡിയ കിട്ടും കാണണം വേണ്ടിയോന്ന്. എനിക്ക് എന്തായാലും ഇത് ഇഷ്ടമായിട്ടുണ്ട്, അതാണ് എൻ്റെ അഭിപ്രായം. ടൈമുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടു നോക്ക്. അടിപൊളിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കെന്തായാലും ഇഷ്ടമായിരുന്നു. അപ്പോൾ അത്രയുള്ളൂ നമ്മുടെ ഈ വീഡിയോ. താങ്ക് യു.